സംസ്ഥാനത്ത് ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഉയർന്ന താപനിലയെ തുടർന്ന് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള താപനില റെഡ് അലേർട്ടിലേക്ക് കടക്കില്ല എന്ന സൂചനയുമുണ്ട്. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം എന്നിവ തടയാൻ കനത്ത ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മേഘ്ന മുരളിയും കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയും വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ആദ്യം മേഘനയിലേക്ക് പോകാം. മേഘന, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ഇത്ര വലിയ ചൂട് അനുഭവപ്പെടുന്നത്. ഉഷ്ണതരംഗ സാധ്യത അടക്കം മുന്നറിയിപ്പായി വരുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലുള്ള പൊതുചിത്രം? സ്ഥിതി എങ്ങനെ? ഗുഡ് മോർണിംഗ് അഷിത, പ്രജിൻ. അതിൽ വേനൽ മഴ ലഭിക്കാൻ വൈകുമെന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 28, 29 തീയതികളിൽ മാത്രമേ സംസ്ഥാനത്തുടനീളം നല്ല രീതിയിലൊരു മഴ ലഭിക്കുകയുള്ളൂ. അതുവരെ താപനില ഉയർന്നു തന്നെ നിൽക്കുമെന്നുള്ളതാണ് അറിയിപ്പായി വരുന്നത്. അതിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഇന്നലത്തേതുപോലെ തന്നെ കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് തുടരുന്നത്. അതിൽ പാലക്കാട് ജില്ലയിൽ ഇന്നും 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുമെന്നുള്ള കാര്യമാണ് അറിയുന്നത്. അതുപോലെ തന്നെ കൊല്ലവും തൃശൂരും 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അടുക്കാമെന്നുള്ളതാണ്. അതിൽ ഈ അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില അത് പാലക്കാടായിരുന്നത്. 41.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില രേഖപ്പെടുത്തിയത്. അതിന് മുകളിലേക്ക് ഇനി പോകില്ല എന്നുള്ള കാര്യം, അത് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് അടക്കം അതിന്റെ മുകളിലേക്ക് പോകില്ല, റെഡ് അലേർട്ട് ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നിലവിൽ 3 ജില്ലകളിൽ, അത് കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ബാക്കി 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും 2 ജില്ലകളിൽ മറ്റ് മുന്നറിയിപ്പുകളൊന്നും നൽകുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അതിൽ ഇന്നലെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട മഴ ലഭിക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാകും. പക്ഷേ അത് കനത്ത രീതിയിലുള്ളൊരു മഴ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടിയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന താപനില വരുന്ന സാഹചര്യത്തിൽ അതിൽ മുൻകരുതലുകൾ എടുക്കണം. സൂര്യാഘാതം, സൂര്യതാപം, അതുപോലെ തന്നെ നിർജ്ജലീകരണം അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ സ്വയം ലോക്ക്ഡൌണിലേക്ക് പോകണം. അത് സ്വയം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്. അതുപോലെ തന്നെ സർക്കാരും സജ്ജമാണ്. തൊഴിൽ വകുപ്പ് ഈ പ്രവൃത്തി സമയമൊക്കെ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അംഗനവാടികൾക്ക് നിർബന്ധിത അവധി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക എന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും നൽകുന്നത്. ഇന്നും ഉയർന്ന താപനില തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ശരി, മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്തെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്, ഒപ്പം ഇന്നലെ കണ്ണൂരിലുണ്ടായ സൂര്യാഘാതത്തെ തുടർന്നുള്ള മരണം, അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഈ സാഹചര്യം അത് ഗൗരവത്തിൽ കാണണമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുറത്തേക്കിറങ്ങി പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.